അഗ്രിമെന്റ് ഉണ്ട് കേരളത്തിന്. രേണുസുതി പെരയുടെ കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് പോയെന്നാണ് പറഞ്ഞിരുന്നത്. അതും ഒരു ഘടകമാണല്ലോ. കറക്കില്ല ഫോർമില്ലല്ലേ പറഞ്ഞിട്ടേ ഇല്ല. പെരേര ഡെയിലി ഓരോ നായികന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് പെരേരക്ക് പേര് പറഞ്ഞു. അതാണ് അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പൊ ലച്ചു ഒരു പ്രേക്ഷകർ എന്തായാലും മറ്റേ ഇപ്പൊ ബിഗ് ബോസ് തുടങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞ എൻട്രി ഉണ്ട്. അപ്പൊ അതില് ഒരുപാട് പേരുടെ പേര് കേൾക്കുന്നുണ്ട്, എന്റെ പേരും പറയുന്നുണ്ട്. അപ്പോ ആര് പറയുന്നുണ്ട്? അപ്പൊ വന്നാ കാണും, ഞാൻ വന്നാ കാണും, ഞാൻ വന്നാ കാണും. നീര് കാണോ? നീര് കാണോ? സങ്കടായി. അതെ അതെ അതെ, എന്തോരം കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ. എന്റെ ഏഷ്യാറ്റിൽ വിളിക്കട്ടെ, ആറട്ടെണ്ണം എടുക്കണമെങ്കിൽ ഏഷ്യാറ്റ് എടുക്കണം. കാരണം ഏഷ്യാറ്റിന്റെ ആറട്ടെണ്ണം പോലും കുറഞ്ഞ പോലെ ഏഷ്യാറ്റിന്റെ പല ന്യൂസുകളിൽ നിന്നും ആറട്ടെണ്ണം ഡിലീറ്റ് ചെയ്യാൻ പറ്റും പല ന്യൂസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് വിളിച്ചു കഴിഞ്ഞാലേ നമുക്ക് പോകാൻ പറ്റൂല. ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് ഏഷ്യാനെറ്റ് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഡയറക്റ്റ് ചെന്നൈയിലേക്ക് പോകുമായിരിക്കും. വിളിച്ചു കഴിഞ്ഞാൽ ആറട്ടെണ്ണത്തിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോ ആദ്യമുണ്ടല്ലോ എവിടുന്നാ വിളിച്ചേടാ പഠിച്ചത്? അത് യൂണിവേഴ്സിറ്റി രാജ്യം അവിടെ പോയി അത് ഞാൻ പറയാം. ആ കഥ പറയാം. അമ്മൂമ്മയുടെ വളവിച്ചിട്ടാണ് അത് പോയി പഠിച്ചത് അല്ലെ. പെരേര ഇഗ്നോയുടെ ഫുൾ ഫോം എന്ന് പറയാമോ? പഠിച്ചൊരു യൂണിവേഴ്സിറ്റി അല്ല, അപ്പൊ അതിന്റെ ഫുൾ ഫോം എന്ന് പറയൂ. അത് വേണ്ട തെറ്റിപ്പോയി. കയറ്റിയത് പിന്നെ പകരമുള്ള രേണുസുതിനെ കയറ്റിയത്. അപ്പൊ പിന്നെ നമുക്ക് വേറൊന്നും പറയാനില്ല. പെരേരയിലും എന്താ പറയാ, അല്ലെ നമ്മുടെ ആ രീതിയിൽ തന്നെ പോകുന്ന ഒരാളാണ് രേണുസുതി അല്ലേ. അപ്പൊ പിന്നെ അത് കുഴപ്പമില്ല. രേണു ചേച്ചി കയറിയാലും നമ്മുടെ യൂണിവേഴ്സിലായിരുന്നല്ലോ രേണുസുതി. യൂണിവേഴ്സിലാണ് നമ്മൾ ഒരുപാട് റീലും ചെയ്തു, 2 ഷോർട്ട് ഫിലിമും ചെയ്തു, ഒരെണ്ണം ഇറങ്ങാനുണ്ട്. ഇതിൽ ചേരാൻ വേണ്ടി ഒരുപാട് പേര് പൈസ തരാൻ വേണ്ടി നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ കയറിയല്ലേ നിങ്ങളെല്ലാരും? എന്തോ ആറാട്ടാണ് യൂണിവേഴ്സിറ്റി അല്ലേ നിങ്ങളെല്ലാരും കയറിയത്? അപ്പൊ അതിനകത്തോട്ട് രേണു വരാൻ നോക്കിയെന്നാണ് നിങ്ങൾ പറയണത്. രേണു വരാൻ നോക്കി, പക്ഷെ രേണുവിന് ആറാട്ടനായിട്ട് കോമ്പിനേഷൻ ഒന്നും ചെയ്തില്ല. നമ്മളുമായിട്ടാണ് അത്യാവശ്യം റീല് ഫേമസ് ആയത്. കാരണം ഞാനൊന്ന് എടുത്തു വെക്കുന്ന റീല് ഫോർമില്ല കയറിയത്. ശ്രീലക്ഷ്മീനെ അടുത്ത് വെക്കില്ലല്ലോ. ശ്രീലക്ഷ്മീനെ കല്യാണം കഴിച്ചൊരു റീല് അല്ല, അവരും വൈറലായത് അതുകൊണ്ടാണ്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ചേരാനുള്ള ചാർജ് എങ്ങനെയാണ്? അഡ്മിഷൻ ഫീസ് ഒക്കെ 1 lakh തന്നെ. അഗ്രിമെന്റ് ഉണ്ട് കേരളത്തിന്. രേണുസുതി പെരയുടെ കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് പോയെന്നാണ് പറഞ്ഞിരുന്നത്. അതും ഒരു ഘടകമാണല്ലോ. കറക്കില്ല ഫോർമില്ലല്ലേ കയറിയത്. എല്ലാ വിവാദ വിഷയങ്ങളും രേണുസുതി വന്നുകൊണ്ടാണ്. കാരണം നമ്മുടെ നാട്ടിലെ ആ ഒരു ലിപ് ലോക്കിന്റെ പ്രാങ്ക് വീഡിയോ മില്യനാണ് കയറിയത്. അപ്പൊ അതൊക്കെ ഒരുപാട് കണ്ടന്റുകൾ. പിന്നെ രേണുസുതിന്റെ വീട്ടിൽ പോയി ഡാൻസ് കളിച്ചത്, അതെല്ലാം കൊണ്ട് അതൊക്കെ പ്ലാനിങ് ആയിരുന്നു. അപ്പൊ ഈ 13 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 4 മില്യൺ അത് കണ്ട് ഓൾറെഡി അല്ലേ. അതെല്ലാം കൊണ്ടും ആണ് മൊത്തത്തിൽ രേണുസുതി പോയത്. പിന്നെ കോൺട്രവേഴ്സി ഒരുപാട്. രേണുസുതിക്ക് ഇന്റർവ്യൂ എന്നെക്കാളും കൂടുതൽ കിട്ടി. ഒരു ദിവസം തന്നെ 5 നായികമാരെ തട്ടിയെടുക്കാൻ വേണ്ടി ഒരുപാട് പേര് നോക്കുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയുക? നായികമാര് അല്ല ഇപ്പൊ ഇന്നലെ റീല് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഏഷ്യനെറ്റിൽ നിന്ന് കോള് വന്ന് പണ്ട് പാലാരിവട്ടം അവിടുന്ന് കോള് വന്നെന്ന് പറഞ്ഞിട്ട്. അതെ, അതിനെ കുറിച്ച് ഞാൻ പറയാം. ഞങ്ങളെ രാത്രി ഒരു 10 മണിക്കാണ് വിളിക്കണത്. പാലാരിവട്ടം പാലത്തിനടി ബിഗ് ബോസിലേക്ക് കയറ്റാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പേരും കൂടി രാത്രി 12 മണിക്ക് പോയിട്ട് പറ്റിച്ചതാ. ഞങ്ങൾ പോയായിരുന്നു. ഞങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. പിന്നെ പാലത്തിനടി എത്തിയപ്പോ ആരും ഉണ്ടായില്ല. ഞങ്ങൾ പിന്നെ അവിടെ ചമ്മിപ്പോയി. പിന്നെ ഞങ്ങൾ പോയില്ല പാലത്തിനടിയിലേക്ക്. പിന്നെ അപ്പൊ ഒരുപാട് പേര് കളിയാക്കാൻ വിളിക്കുന്നുണ്ട്. അവരൊക്കെ മനസ്സിലാക്കണം. ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് ബിഗ് ബോസിലേക്ക്. പെരേര കയറി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും രക്ഷപ്പെട്ടെന്നാ വിചാരിക്കും.
ചേച്ചിയുടെ കാര്യം ചോദിക്കാം. ചേച്ചി ചേച്ചിയാണ്. അല്ല, കൊച്ചിക്കാരന് ബിഗ് ബോസ് പോകാൻ താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഇവൻ നല്ലത് റീച്ച് ഇവനാണല്ലോ. മനസ്സേ, നമ്മളിപ്പോ ഒരുപാട് പ്രേസറുണ്ട് നമുക്ക്. കാരണം നമ്മളെ കൂടെ എപ്പോഴും നമ്മള് ലേഡീസ് സർക്കിളായിട്ട് നമുക്ക് അധികം വർത്താനങ്ങളൊന്നുമില്ല. എന്നാലും നമ്മളെ വർക്കുകളിൽ ഇപ്പോ പുതിയ കുട്ടി വന്നു, രശ്മിയില് രുദ്ര. അപ്പൊ